ചെർപ്പളശ്ശേരി നഗരസഭാ കൗൺസിൽ യോഗം രാവിലെ നടക്കേണ്ടിയിരുന്ന കൗൺസിൽ യോഗം കയ്യാങ്കളിയും വാക്പോരുമായിട്ട് നിർത്തിവെച്ചിരിക്കുന്നു. തികച്ചും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത വളരെയധികം ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. ഇത് ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് ഈ ഭരണസമിതിയിൽ വാക്പോരിലും കയ്യാങ്കളിക്കും മുതിരുന്നത്. BJPയുടെ ഒരു കൗൺസിൽ എന്ന നിലയ്ക്ക് എന്താണ് ജയമാഷ് പറയുന്നത്? അത് ഈ ജനങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ ശക്തമായ വാദമുഖങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് ഏതൊരു കൗൺസിലറുടെയും അവകാശമാണ്, അത് ആവശ്യമാണ്. അത്തരം വിഷയങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ള ആ ഒരു താല്പര്യത്തോടു കൂടി തന്നെയാണ് ജനപ്രതിനിധികളെ ജനങ്ങളെ വിജയിപ്പിച്ച് ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പ്രാദേശിക ഭരണകൂടം, നഗരസഭാ ഭരണസമിതി ഒക്കെ പ്രവർത്തിക്കുന്നത്, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണസമിതിയൊക്കെ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റ ഭരണസമിതി എന്നുള്ള നിലയ്ക്കാണ്. അത് ചെർപ്പളശ്ശേരി ഭരണസമിതിയെ സംബന്ധിച്ച് തുടക്കം മുതൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് മുതൽ അല്ലെങ്കിൽ ആദ്യത്തെ ഭരണസമിതി യോഗം മുതൽക്ക് തന്നെ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുമെന്ന് ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ചെയർമാൻ, വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, നേതൃത്വം വഹിക്കുന്ന ആളുകൾ പലതവണ ആവർത്തിച്ച് പറയുന്നതാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ യോഗങ്ങളിലും എല്ലാ പരിപാടികളിലും ഒക്കെ തന്നെ ഈ രാഷ്ട്രീയമായ കക്ഷി രാഷ്ട്രീയ വ്യത്യാസം മുഴച്ചു നിൽക്കുക. അതുമാത്രമല്ല, ഇന്നത്തെ യോഗം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് 2026-27 സാമ്പത്തിക വർഷത്തെ പദ്ധതി നിർവഹണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ, അതായത് വ്യക്തിഗത ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന ഗ്രാമസഭകൾ ഉൾപ്പെടെയുള്ള യോഗങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള അജണ്ട ഉൾപ്പെടെയുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു യോഗമായിരുന്നു. അതായത് ഈ വർഷത്തെ പദ്ധതി നിർവഹണ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കുന്ന തരത്തിലുള്ള യോഗം നടക്കുകയാണ്. ഇപ്പം തന്നെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പെരുമാറ്റച്ചട്ടത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് നമ്മൾ 1-2 മാസം പുറകിലാണ്. ഈ വർഷത്തെ പദ്ധതി നിർവഹണ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു യോഗം നടക്കുന്ന സമയത്ത് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതുപോലെ ഒരുപക്ഷെ ചെർപ്പളശ്ശേരി നഗരസഭാ ഭരണസമിതി യോഗങ്ങളിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വളരെ തരംതാണ നിലയിലുള്ള പ്രതിഷേധ പരിപാടികളും അതിൻ്റെ പ്രതിരോധ പരിപാടികളുമാണ് നമുക്കിന്ന് നഗരസഭാ ഭരണസമിതി യോഗത്തിൽ കാണാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും അല്പം നിലവാരം പുലർത്തുന്ന ചർച്ചകളും അല്പം നിലവാരം പുലർത്തുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളും LDFൻ്റെയും UDFൻ്റെയും, ഇത് രാഷ്ട്രീയ നാടകമാണ്, സർക്കസാണ് എന്നൊക്കെ നമുക്കറിയാം. എന്നിരുന്നാൽ പോലും ഇത് പൊതുജനങ്ങൾ കാണുന്ന, മീഡിയയിലൂടെ പൊതുജനങ്ങൾ കൂടി കാണുന്ന ഒരു യോഗ നടപടികളാണെന്നുള്ള നിലയ്ക്ക് LDFൻ്റെയും UDFൻ്റെയും ഈ രാഷ്ട്രീയ കപട നാടകം അത് മേലിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാവണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഇത് ഒരു രാഷ്ട്രീയ നാടകമായിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. 10 വർഷത്തോളം ഭരിച്ച് ആ ഭരണം നഷ്ടപ്പെട്ട LDFൻ്റെ അംഗങ്ങൾക്കുള്ള അവരുടെ ചൊറുക്കും, അതുപോലെ തന്നെ 10 വർഷത്തിന് ശേഷം ഭരണം പിടിച്ചെടുത്തു, വലിയ ഭൂരിപക്ഷത്തിൽ ഭരണം പിടിച്ചെടുത്തു എന്നുള്ള നിലയ്ക്കുള്ള UDFൻ്റെ തിമിർപ്പും, ആ 2 ഘടകങ്ങൾ കൂടി കൂടിച്ചേർന്നുകൊണ്ട് ചെർപ്പളശ്ശേരി നഗരസഭാ ഭരണസമിതി യോഗം മലീമസമാക്കുന്ന തരത്തിലേക്കുള്ള ചർച്ചകളും അതുപോലെ തന്നെ ഉള്ള നടപടികളൊക്കെയാണ് 2 കക്ഷികളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഇത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. അത് എന്തായാലും നമുക്ക് ഈ നഗരസഭാ ഭരണസമിതി യോഗങ്ങളുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കേരളത്തിലൊട്ടാകെയുള്ള ഈ ഇടത് വലത് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. പക്ഷേ അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ മാത്രമാണ് അരങ്ങേറിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഒരു ഗുരുതരമായ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ദുർവ്യാഖ്യാനങ്ങൾ നടത്തി ചില പദ്ധതികളെ സംബന്ധിച്ച്, സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നാണ് ഉയർത്തിപ്പിടിക്കുന്നത്, ആ പദ്ധതിയെ സംബന്ധിച്ചും ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഇരുവിഭാഗവും ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് അതിൻ്റെ പേരിൽ ജനങ്ങളുടെ കയ്യടി നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകം കളിച്ചതാണ് ഇന്ന് കണ്ടത്. തീർച്ചയായിട്ടും ഇത് അക്രമത്തിലേക്കും അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലേക്കും പോകുന്നതും, അതുപോലെ തന്നെ ജീവനക്കാരുടെ നേരെ വരെ കടന്ന് ആക്രമണപരമായി ജീവനക്കാരുടെ നേരെ വരെ കടന്നു കയറുന്ന രീതിയൊക്കെ അതൊക്കെ അപലപിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. തുടർന്ന് ഈ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഡയസിൻ്റെ ഭാഗത്തുനിന്ന്, സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താൽക്കാലികമായിട്ട് കൗൺസിൽ യോഗം നിർത്തിവെച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം തുടരുമെന്ന് ചെയർപേഴ്സൺ നമ്മളോട് പറയുന്നു. എന്നാൽ പ്രതിപക്ഷം പറയുന്നത് വൈസ് ചെയർമാൻ ഖേദം പ്രകടിപ്പിക്കാതെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ്. എന്താണ് താങ്കളുടെ ഒരു ഇത് യോഗം തൽക്കാലം നിർത്തിവെച്ചതിന് ശേഷം നഗരസഭയിലെ വിവിധ കക്ഷി നേതാക്കളുടെ യോഗം ചേംബറിൽ അല്പസമയം കഴിഞ്ഞ് നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ നേതൃത്വം വഹിക്കുന്ന നഗരസഭയിലെ കൗൺസിലർമാരായിട്ടുള്ള ആളുകൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ യോഗ നടപടികൾ സ്മൂത്തായി മുന്നോട്ട് പോകാൻ തരത്തിൽ അതിനാവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്താമെന്ന് ഉള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം ഈ യോഗം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ളൊരു പരിശ്രമം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും യോഗം നടക്കുമെന്ന് തന്നെയാണ് ജയമാഷ് നമ്മളോട് പറയുന്നത്. തീർച്ചയായിട്ടും ചർച്ചയ്ക്ക് ശേഷം, അതായത് അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷം ഈ കൗൺസിൽ യോഗം പുനരാരംഭിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ക്യാമറ പേഴ്സൺ ബാദുഷാ നെല്ലായിക്കൊപ്പം നിഖിൽ ദേവരാജ്, 1 ന്യൂസ്.
സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.